പള്ളിച്ചട്ടമ്പി എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നല്ല ഗ്രാൻഡ് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ. ടൊവിനോ തോമസിന്റെ ഗംഭീര പെർഫോമൻസും ഉണ്ട്. 2 മണിക്കൂർ സിനിമയുള്ളൂ, പക്ഷേ സിനിമ ഒട്ടും എൻഗേജിംഗ് ആയിട്ട് തോന്നിയില്ല. ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഒരു പുതുമയില്ല സിനിമയിൽ. നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ട കാര്യങ്ങൾ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇമോഷൻ വരുന്നതും ഭയങ്കര ഫോഴ്സ്ഫുള്ളി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഒട്ടും ഒരു ഓർഗാനിക് ആയിട്ട് സിനിമ ഒട്ടും വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സിനിമയിലെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൊവിനോ തോമസ് ആണ് ഈ സിനിമയുടെ ഒരു മെയിൻ പെർഫോമർ എന്ന് തന്നെ പറയാം. പുള്ളി നല്ല ഗംഭീരമായിട്ട് പുള്ളിയുടെ ആ ചട്ടമ്പി എന്ന റോള് ചെയ്തിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടാണ് പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത്. ആക്ഷൻ രംഗങ്ങളിലും പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമയിലെ ആക്ഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അത്ര ഒരു ഇമ്പാക്റ്റ് ആയിട്ട് വന്നില്ല എന്നുള്ളതാണ്. ആക്ഷൻ കൊറിയോഗ്രാഫി ഒന്നും ആ ഒരു പഞ്ച് കിട്ടിയില്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. സിനിമയിൽ നായികയായിട്ട് വരുന്ന കയാഡു ലോഹറാണ്. പുള്ളിക്കാരത്തിയുടെ പെർഫോമൻസ് ഒട്ടും ഒരു ഇംപ്രസീവ് ഉണ്ടായിരുന്നില്ല. പിന്നെ സിനിമയിൽ പൃഥ്വിരാജ് ഉണ്ട് ഒരു ഗസ്റ്റ് റോളിൽ. പുള്ളിയുടെ ആ ഒരു യങ് ഏജ് കാണിക്കുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ലുക്കായിരുന്നു പൃഥ്വിരാജിനെ കാണാനായിട്ട്. പക്ഷേ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ ഒരു ഓൾഡ് ലുക്ക് കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര ബോറായിരുന്നു. പിന്നെ ഈ സിനിമയിൽ സുധീഷ് കരമന, വിജയരാഘവൻ, ബാബുരാജ്, ടി.ജി. രവി, ജോണി ആന്റണി എന്നിവരൊക്കെയാണ് മറ്റ് താരങ്ങൾ. അപ്പോൾ ജോണി ആന്റണിയുടെ സീനൊക്കെ ഭയങ്കര ഒരു പഴയ കാലത്ത് നമ്മൾ സിനിമയിൽ കാണുന്ന ഓരോ സീനുകളൊക്കെ ആയിരുന്നു ഈ സിനിമയിൽ കുത്തിക്കേറ്റിയത്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല സിനിമയിൽ. ഡിജോ ജോസ് ആന്റണിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ സിനിമയിൽ ഒരുപാട് രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ പുള്ളി ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ചിലതൊക്കെ മാത്രം ഓർഗാനിക് ആയിട്ട് വരാറുള്ളൂ. അപ്പോൾ ലാസ്റ്റ് വന്ന മലയാളി ഫ്രം ഇന്ത്യ ആ സിനിമയായാലും ഇപ്പോൾ ഈ സിനിമയിലായാലും ഭയങ്കര ഫോഴ്സ്ഫുള്ളി ആയിട്ട് ഓരോന്ന് പറയുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒട്ടും ഓർഗാനിക് ആയിട്ട് അതൊന്നും പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആകെ ജനഗണമന അതും ക്യൂൻ എന്ന സിനിമയിൽ മാത്രമാണ് കുറച്ചൊരു ഓർഗാനിക് ആയിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയത്. അപ്പോൾ ഇതിലും പുള്ളി ഒരുപാട് കാര്യങ്ങളൊക്കെ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം ഭയങ്കര ഫോഴ്സ്ഫുള്ളി ആയിട്ടാണ് തോന്നിയത്. പിന്നെ സിനിമയിലൊരു ആശ്വാസം എന്ന് പറയാനായിട്ട് സിനിമയുടെ വിഷ്വൽസ് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ടിജോ ടോമിയാണ് സിനിമയുടെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല ഗംഭീര ഒരു വർക്ക് തന്നെയായിരുന്നു. ജെക്സ് ബിജോ ആണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക്കൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് പള്ളിച്ചട്ടമ്പി എനിക്ക് അനുഭവപ്പെട്ട്. തിയേറ്ററിൽ നല്ല വിഷ്വൽസ് ഒക്കെ ആയിട്ട് നമുക്ക് ബോറടി ഇല്ലാതെ ഒരു വൺ ടൈം ആയിട്ട് ഇങ്ങനെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് പള്ളിച്ചട്ടമ്പി. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.